യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം അകറ്റുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. യേശു ആരിലും മതിയായവൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലതും അവൻ മുഖാന്തരം ഉളവായി. ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായത് അല്ല. എന്നിട്ട് പറയണ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചം ആയിരുന്നു. ഇവിടെ ആ വചനം എന്ന് പറയുന്നത് എഴുതപ്പെട്ട വിശുദ്ധ തിരുവെഴുത്തുകളെ കുറിച്ചല്ല. ഇവിടെ വചനം എന്ന് പറയുന്നത് എഴുതപ്പെട്ട തിരുവെഴുത്തിനും വചനം എന്ന് നാം പറയും. വിശുദ്ധ വേദപുസ്തകം എഴുതപ്പെട്ട വചനം, 66 പുസ്തകങ്ങൾ എഴുതപ്പെട്ട വചനമാണ്, പരിശുദ്ധാത്മാവിനാൽ എഴുതിയതാണ്. എന്നാൽ വചനം എന്നത് ആ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ ആമീൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. പിതാവിൻ്റെ മടിയിലിരുന്ന പുത്രനായ വചനം, ആ വചനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ യേശു ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് വായിച്ചു നോക്കാം. വചനം എന്നുള്ളിടത്ത് യേശു എന്ന് ചേർത്ത് വായിക്കുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. അവിടെ പറയണം, ആദിയിൽ യേശു ഉണ്ടായിരുന്നു, യേശു ദൈവത്തോടു കൂടെ ആയിരുന്നു, യേശു ദൈവമായിരുന്നു. യേശു ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലതും യേശു മുഖാന്തരം ഉളവായി. ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അതെ, ഈ വചനം വാസ്തവമായി ഒരു വ്യക്തിയായി തീർന്നതാണ് യേശു ക്രിസ്തു. അതാണ് ആ പിതാവിൻ്റെ മടിയിലിരുന്ന പുത്രൻ. അതാ 14-ാം വാക്യത്തിൽ പറയുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതൻ്റെ തേജസ്സായി കണ്ടു. യേശു ക്രിസ്തു ദൈവമായിരുന്ന ആത്മാവായ ദൈവം ജഡമെടുത്തു. വചനം ജഡമായി, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ യേശു ക്രിസ്തു അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ അവൻ്റെ മുമ്പിൽ മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയേണ്ടി വരും. അങ്ങനെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു, ജഡമെടുത്തു, വചനം ജഡമായി മനുഷ്യനായി മാറി. ഇന്ന് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്ത് ഭാഗത്തൊരു
മനുഷ്യനായ ഒരാളിരിപ്പുണ്ട്, അതാണ് യേശു ക്രിസ്തു. വചനം ജഡമായി തീർന്ന ഈ ഭൂമിയിൽ മനുഷ്യനെ പോലെ ജീവിച്ച്, എല്ലാ മനുഷ്യരെ പോലെ ജീവിച്ച്, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് വചനം ജഡമായി തീർന്ന യേശു ഇന്നും നമുക്കായി നിലകൊള്ളുന്നോർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇവിടെ പറയാണ്, ആദിയിൽ വചനം, ആ യേശു ഉണ്ടായിരുന്നു. ആ യേശു ആരുടെ കൂടെയായിരുന്നു? പിതാവിനോടും പുത്രനോടും കൂടെ ആയിരുന്നു. ദൈവത്തോട് കൂടെ ആയിരുന്നു. അതുമാണ് വചനം. ആ യേശു ദൈവമായിരുന്നു. യേശു ദൈവമാണ്, മറന്നു പോകരുത്. യേശു ദൈവമായിരുന്നു. എന്നിട്ട് യേശു ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു. പിന്നെ പറയാണ്, സകലതും യേശു ക്രിസ്തു മുഖാന്തരം ഉളവായി. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഉളവായിരിക്കുന്നത് യേശു ക്രിസ്തു. അവനാലും അവന് വേണ്ടിയും സകലവും സൃഷ്ടിക്കപ്പെട്ടു, യേശു മുഖാന്തരം. അപ്പോൾ ആ അനുഗ്രഹം വേണമെങ്കിൽ ഇനി നമ്മൾ ആരുടെ നാമത്തിൽ ചെല്ലണം? യേശുവിൻ്റെ നാമത്തിൽ ചെല്ലണം. ഇന്ന് പ്രഭാതത്തിൽ എല്ലാ അനുഗ്രഹത്തിനും എല്ലാ ഉയർച്ചയും യേശു ക്രിസ്തു മുഖാന്തരം വരുന്നു. അതുകൊണ്ടാണ് വചനം പറയാണ്, എല്ലായിടത്തും എല്ലാ ഇപ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം. ഇന്ന് യേശുവിനെ കൈക്കൊള്ളാൻ റെഡിയായാൽ നമ്മൾ ദൈവ മക്കളായി മാറുകയാണ്. ദൈവ മക്കളായി തീർന്നവർക്ക് ഒരു പിതാവ് മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന അസ്വർഗീയമായ സകല അനുഗ്രഹം, സകല ആത്മീയവും ഈ ലോകത്തിലെ അനുഗ്രഹവും ലഭിക്കാൻ യേശു ക്രിസ്തു മുഖാന്തരം നമുക്കിടയാകും. എന്നിട്ട് പറയാണ്, കാരണം എന്താ? ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും യേശു ക്രിസ്തു മുഖാന്തരമാണ് ഉളവായത്. അതുകൊണ്ട് നമുക്ക് യേശുവിനിൽ ആശ്രയിക്കാം. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് യേശുവിനെ വിളിക്കാം. യേശു നിങ്ങളുടെ ജീവിതം ഒരത്ഭുതമാക്കി മാറ്റും. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവ് പിതാവിൻ്റെ മടിയിലിരുന്ന കർത്താവ്, വചനമായിരുന്ന കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവസാനത്തുള്ളി രക്തം വരെയും ചൊരിഞ്ഞ് മരണത്തെ ജയിച്ച് ഇന്നും പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഞങ്ങൾക്കായി ജീവിക്കുന്നതിനായി സ്തോത്രം. ഇന്നെന്നെ കേൾക്കുന്ന രോഗികൾ, കർത്താവെ, അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. വചനം ജഡമായി തീർന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഓരോ ജീവിതങ്ങളും പരിശുദ്ധാത്മാവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ.